വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ന്യൂ മൈസെൽഫ് സഫദ്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത് ആൻ ഓവർവ്യൂ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രണ്ട് ടെക്നിക്കുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്യൂ ആപ്ലിക്കേഷനുകൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടു എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? നമ്മൾ ഇൻ്റലിജൻറ്റ് മെഷീൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് മെഷീൻസ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ജസ്റ്റ് കുറച്ച് ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവർക്ക് കുറച്ച് ഇൻ്റലിജൻസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് നോർമൽ ഹ്യൂമൻ ബീങ് ബിഹേവ് ചെയ്യുന്നത് പോലെ എങ്ങനെ നമുക്ക് മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം, ബിഹേവ് ചെയ്യിപ്പിക്കാം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓവറോൾ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്ന് രീതിയിലുള്ള ടെക്നിക്കുകളാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തുള്ളത്. ഒരു റൂൾ ആൻഡ് ലോജിക് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, ഒരു മെഷീൻ ലേണിംഗ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. ദെൻ വി വിൽ ഡിസ്കസ് ഫ്യൂ ലിമിറ്റേഷൻസ് ഓഫ് എ ഐ ഓൾസോ. ആദ്യമേ തന്നെ നമുക്ക് എന്താണ് എ ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വി ആർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മളത് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസിഷൻസ് നമ്മൾ മേക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ എന്താണ്, ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഡിവൈസിനെ, ഒരു കാറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് എ ഐ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ എ ഐ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് ടെക്നിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് മെഷീൻസ് ടു തിങ്ക് or we are providing certain intelligence to the machine. ഓക്കെ, അപ്പം നമ്മുടെ അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ പറഞ്ഞു വി ആർ പ്രൊവൈഡിങ് സർട്ടൻ ഇൻ്റലിജൻസ് ടു ദ മെഷീൻ എന്ന് പറയുന്നത് എത്രത്തോളം നമുക്കത് പോസിബിൾ ആണ്. അറ്റ് പ്രസന്റ് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ട് ഒരു എ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എപ്പോഴും നമുക്ക് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു പീപ്പിളിനെ നമുക്ക് എപ്പോഴും റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഏതൊരു ഓർഗനൈസേഷൻ എടുത്താൽ പോലും അവിടെ നമുക്ക് കുറച്ച് ഹ്യൂമൻ മാൻ പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ തിങ്കിങ് കേപ്പബിലിറ്റിയിൽ നമുക്ക് ഒരിക്കലും ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല മെഷീൻസ് വെച്ചിട്ട്. അവിടെ നമുക്കുള്ള ഇപ്പോൾ ഉള്ള സ്റ്റിൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഓൺ, എമർജിങ് ആയിട്ടൊരു ഫീൽഡാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. സ്റ്റിൽ റിസർച്ചസ് ആർ ഗോയിങ് ഓൺ. അപ്പോൾ നമുക്കൊരു അബ്സ്ട്രാക്ട് പ്രോപ്പറായിട്ട് റീസണിങ് ആൻഡ് തിങ്കിങ് ഒരിക്കലും നമുക്ക് കമ്പ്യൂട്ടേഴ്സിന് അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ല റീസണിങ് അങ്ങനെയുള്ള ഒരു കേസിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന് എൻഗേജ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വി ആർ ഈവൻ ദോ വി ആർ ക്ലോസ് ടു എ ഐ, വി കാൺ പ്രൊഡ്യൂസ് 100% എ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ നോക്കുന്നത്, നമ്മളിപ്പം അറ്റ് പ്രസന്റ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വീക്കായിട്ടുള്ള എ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് കുറച്ച് പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള കുറേ യൂസ്ഫുൾ ആയിട്ട് കുറേ പാറ്റേണുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമോ, അതാണ് നമ്മളിപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എ എന്ന് പറയുന്നത്. 100% നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ് തിങ്ക് ചെയ്യുന്നത് പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഗൂഗിളിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളാണെങ്കിൽ പോലും നമ്മൾ ആക്സിഡന്റ് റേറ്റ് നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാർ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ നമുക്കത് 100% ആക്യുറസിയിൽ ഡെവലപ്പ് ചെയ്ത് വരെയും സാധിച്ചിട്ടില്ല. സ്റ്റിൽ റിസർച്ചസ് ആർ ഗോയിങ് ഓൺ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. അതായത് കുറേ പാറ്റേണുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ പല ഇൻപുട്ട് സെറ്റുകൾ ഡേറ്റ സെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതനുസൃതമായിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ നമുക്കതൊരു 100% എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ 100% ആക്യുറസി. നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ കേസിലാണെങ്കിൽ ആക്സിഡന്റ് റേറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി 100% നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് കുറേ പെർസെൻറ്റേജ്, സേ ഫോർ എക്സാമ്പിൾ അപ് ടു 60 or 65% നമുക്ക് ആക്യുറസി അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു പാറ്റേൺ ബേസ്ഡ് എ ഐ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വീക്ക് എ ഐ ആണ് നമുക്ക് അറ്റ് പ്രസന്റിൽ ഉള്ളത്. പിന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് എയുടെ ടെക്നിക്കുകൾ വരുന്നത്. എ ഐ എല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് പറഞ്ഞാൽ പാറ്റേൺ ബേസ്ഡ് അപ്രോച്ച് ആണ് വരുന്നത്. അതാണ് മെഷീൻ ലേണിംഗ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പം നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പാറ്റേൺ ബേസ്ഡ് അപ്രോച്ചിനാണ് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് എ എന്ന് പറയുന്നത്. ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് എ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിസ്റ്റത്തിന് കുറച്ച് സെറ്റ് ഓഫ് റൂളുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ആ ഒരു റൂളിന് അനുസൃതമായിട്ടായിരിക്കും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ട്രാഫിക് റൂളുകൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾവേസ് വോക്ക് ടു ദ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം നമ്മൾ മാക്സിമം ഓവർടേക്കിംഗ് ത്രൂ ലെഫ്റ്റ് സൈഡ് ഈസ് ഹസാർഡീസ് എന്നുള്ള രീതി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂളുകളായിരിക്കും. അതനുസൃതമായിട്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനോട് കുറച്ച് സെറ്റ് ഓഫ് റൂളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ റൂളിനനുസൃതമായിട്ട് സിസ്റ്റം ബിഹേവ് ചെയ്യുന്നു. അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വരുവാണെങ്കിൽ സിസ്റ്റം ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യത്തില്ല. കാരണം എന്താ, നമ്മൾ ആ ഒരു റൂള് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഈ രീതിയിലൊരു ഡേറ്റ സെറ്റ് വരുവാണെങ്കിൽ ഈ ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് അപ്രോച്ചിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കേസിൽ
കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് ആ ഒരു റൂളുകളെ പറ്റി റീസൺ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ടർബോ ടാക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ്, നമ്മൾ ലോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടർബോ ടാക്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ലോകളെ. ഇൻകം ടാക്സ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും നമ്മൾ ടാക്സ് ലയബിളായിട്ട് പേ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊരു സിസ്റ്റം വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറേ റൂളുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ സിസ്റ്റത്തിലേക്ക്. ആ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ ഓരോരുത്തരുടെ എത്ര പേര് ലയബിലിറ്റി ആയിട്ടുണ്ട്, ടാക്സ് ലയബിലിറ്റിയോട് എത്ര പേരുണ്ട്, എത്ര പേരാണ് ടാക്സ് ഇനി അടയ്ക്കാനുള്ളത്, എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്ത് തരും. അതാണ് ഒരു ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് അപ്രോച്ചിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടർബോ ടാക്സ് ആണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറേ സെറ്റ് ഓഫ് റൂളുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഹൗ മെനി പേഴ്സൺസ് ഹാവ് പെയ്ഡ് ദ ടാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സിസ്റ്റം തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന റൂളിനനുസൃതമായിട്ടുള്ള റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ കൊടുക്കുന്ന റൂളുകളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്യുറസി അല്ലെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ഒരു അപ്രോച്ചാണ് പാറ്റേൺ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് മെഷീൻ ലേണിംഗ് ആണ് വരുന്നത്. മെഷീൻ ലേണിങ്ങിനകത്ത് പാറ്റേൺ ബേസ്ഡ് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് കുറേ സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടായിരിക്കും. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് അൽഗോരിതംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുകളായിരിക്കും. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ കേസിലാണെങ്കിലും. ആ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും നമ്മൾ കുറച്ച് പാറ്റേണുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ കുറച്ച് നോളജ് ഗെയിൻ ചെയ്യുവാണ്. ലേൺ ഫ്രം ദ ഡേറ്റ ആൻഡ് ഇംപ്രൂവ് ഓവർ ടൈം. അതാണ് നമ്മളൊരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉള്ള ഡേറ്റയിൽ നിന്ന് നമ്മൾ കുറേ പാറ്റേണുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു കോവിഡ് ടൈമാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എപ്പിഡമിക് ക്രൈസിസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന എപ്പിഡമിക് ക്രൈസിസ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈമിലുള്ള ഡിസീസിനെ പറ്റിയുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റയിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യാണ് എത്രത്തോളം. ഇപ്പൊ ഈ ഒരു കോവിഡിന്റെ കേസിലാണെങ്കിൽ ഏത് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏത് ഇത് ഫോളോ ചെയ്യുന്ന റിലീജിയൻ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന ലിവിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരെയാണ് കൂടുതലായിട്ട് ഈ ഒരു എപ്പിഡമിക് ഈ ഒരു വൈറസ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡേറ്റാസ് നമ്മൾ ലേൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൽ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസ് നമ്മുടെ നോളജ് ഗെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിനൊരു പാറ്റേൺ ബേസ്ഡ് അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. എയുടെ ഒരു പാറ്റേൺ ബേസ്ഡ് അപ്രോച്ചാണ് നമ്മുടെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ. ഇപ്പം നമ്മൾ തന്നെ നെക്സ്റ്റ് ഇയർ എത്ര പേഷ്യൻസ് കാണും, അല്ലെങ്കിൽ കോവിഡിന്റെ സ്ഥിതി എത്രയായിരിക്കും, എത്രത്തോളം ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ പാറ്റേൺ അനുസൃതമായിട്ടായിരിക്കും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ഇതിനകത്ത് വരുന്ന ഒരു ഫീൽഡാണ്. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ്, ഒരു പാറ്റേൺ ബേസ്ഡ് AI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല യൂസസ് ഉണ്ട് മെഷീൻ ലേണിംഗിന്റെ കേസിൽ. നമുക്ക് സെൽഫ് ഡ്രൈവിംഗ് കാറുകളുണ്ട്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റഡ് റെക്കമെൻഡേഷൻസ് ആണ്, അതായത് ഏത് സീരീസിലുള്ള ഫിലിംസ് ആണ്, അല്ലെങ്കിൽ ഏത് യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പുകാർ ഏത് രീതിയിലുള്ള ഫിലിംസ് ആണ് വാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അതൊക്കെ നമ്മൾ റെക്കമെൻഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ ചെയ്യുന്നത് എന്താണ്, കുറേ സെറ്റ് ഓഫ് ലാംഗ്വേജുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അവരൊരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇഫ് ദിസ് ഈസ് ദ ഇൻപുട്ട് ടു ദ സിസ്റ്റം, ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ഇതൊക്കെ നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ പല യൂസസ് ആണ്, ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ സ്പാം ഫിൽട്ടർ. നമ്മുടെ ഇൻബോക്സിൽ ധാരാളം മെയിലുകൾ വരുന്നുണ്ട്. ഏതൊക്കെ ഇമെയിലുകളായിരിക്കും സ്പാം ആയിട്ട് വരുന്നത്, എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പാം എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ഒരു മെസ്സേജ് പോകുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യണം. പല ഇമെയിലുകളെ നമ്മൾ സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ അത് ലൈക്ലി ആയിട്ട് സ്പാം വരുന്ന കേസിൽ, അപ്പോൾ ഇവിടുത്തെ കേസ് എന്തെങ്കിലും ഒരു ഏൺ ക്യാഷ്, ഒരു ടേം നോക്കുവാണെങ്കിൽ ക്യാഷ് ഏൺ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഇമെയിലുകളാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 10%, അപ്പോൾ ഏൺ ക്യാഷ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് 10% സ്പാമും ഇമെയിൽ ആയിരിക്കും, ബാക്കിയുള്ളത് നോട്ട് സ്പാം എന്നുള്ള രീതിയിലായിരിക്കും അവർ ഒരു പാറ്റേൺ ഇൻഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നോളജ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻബോക്സിലുള്ള മെസ്സേജുകളെ അല്ലെങ്കിൽ നമുക്ക് ഇൻകമിംഗ് ആയിട്ടുള്ള മെസ്സേജുകളെ സ്പാം ഫോൾഡറിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കുറച്ച് പാറ്റേൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ്. ആ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷന് ഫ്യൂച്ചർ വരുന്ന ഇമെയിലുകളെ പറ്റി ഒരു ഡിസിഷൻസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഇമെയിൽ സ്പാം ഫിൽറ്ററിന്റെ കേസിൽ വരുന്നത്. അതിന് നമ്മൾ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ എത്രത്തോളം മെസ്സേജുകളാണ് നമുക്ക് സ്പാം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഈ ഒരു ഏൺ ക്യാഷ് എന്ന ഒരു ടേം ഉണ്ടെങ്കിൽ 90% ഓഫ് ദ മെയിലുകൾ സ്പാം ആയിരിക്കാം. അല്ലെങ്കിൽ വേറൊരു കണ്ടൻസ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ആ ഇമെയിൽ എന്ന് പറയുന്നത് 70% സ്പാം ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു നോളജ് ഗെയിൻ ചെയ്തു. എന്നാൽ അതനുസൃതമായിട്ട് നമ്മൾ ഫ്യൂച്ചറായിട്ട് വരുന്ന ഇമെയിലുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്, വെദർ സ്പാം ഓർ നോട്ട് സ്പാം. ഇതാണ് നമ്മളൊരു പാറ്റേൺ ബേസ്ഡിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോഗ്നേറ്റീവ് ആയിട്ട് സ്കില്ലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പല ഡോക്യുമെന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വർക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മളൊരു കുറേ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതിനെ നമുക്ക് ഏത് ലാംഗ്വേജിലാണോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ലാംഗ്വേജിന്റെ കുറേ സെറ്റ് ഓഫ് പാറ്റേണുകൾ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ കാണും.
അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ലാംഗ്വേജ്, ഇപ്പോൾ വേറെന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിന് അല്ലെങ്കിൽ സ്പാനിഷ് അല്ലെ ഫ്രഞ്ച് അല്ലെ തമിഴ് അല്ലെ കന്നഡ എന്നുള്ള പല ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള പാറ്റേൺ നോക്കും. അതനുസൃതമായിട്ടായിരിക്കും ആ റിലേഷൻ കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ നടത്തുന്ന ഒരു പാറ്റേൺ ബേസ്ഡ് അപ്രോച്ച് ആണ് ഇത് ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് വരുന്നത്. നമ്മുടെ ലോജിക് ആൻഡ് റൂൾ ബേസ്ഡ് അപ്രോച്ച്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അല്ലെ പാറ്റേൺ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫൈനലി വരുന്ന ഒരു അപ്രോച്ചാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതായത് ഇത് രണ്ടിനെയും കൂടെ ഒരു ക്ലബ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ റൂൾ ബേസ്ഡ് അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ബേസിനെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകളായിരിക്കും. സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ കേസിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള മെഷീൻ ലേണിംഗും യൂസ് ചെയ്യുന്നുണ്ട്, പാറ്റേൺ ബേസ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന കൺസ്ട്രെയിൻറ്റ്, ഡിഫിക്കൽട്ടീസ് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റൂളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്ര ട്രാഫിക് ഇത്ര ഇന്റൻസിറ്റി കൂടുവാണെങ്കിൽ, ടെമ്പറേച്ചർ ഇതാണെങ്കിൽ, ഇപ്പം ക്ലൈമറ്റിക് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വൈപ്പർ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഹ്യൂമിഡിറ്റി കൺട്രോളിന് അനുസൃതമായിട്ട് AC കൺട്രോൾ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതനുസൃതമായിട്ടായിരിക്കും ആ ഒരു കാറ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ആക്യുറസി എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. 100% ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു ആക്സിഡന്റ് ഫ്രീ ആയിട്ട് നമുക്കൊരു ഡിവൈസിനെ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കത്തില്ല. സ്റ്റിൽ റിസർച്ചസ് ആർ ഗോയിങ് ഓൺ. അതാണ് അതിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു രണ്ടിനെയും കൂടെ ഒരു ക്ലബിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. റൂൾ ബേസ്ഡ് അപ്രോച്ച് അതുപോലെ തന്നെ പാറ്റേൺ ബേസ്ഡ് അല്ലെ മെഷീൻ ലേണിംഗ് അപ്രോച്ചിലൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ കേസിലാണെങ്കിൽ ധാരാളം ആപ്ലിക്കേഷനുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഓഫ് ലീഗൽ ഡോക്യുമെന്റുകൾ, അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് പഴയ ലിപികൾ, പണ്ടത്തെ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റിസർച്ചിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്പേർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ ഓട്ടോമേറ്റ് ചെയ്യാം. ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റുകൾ ഓട്ടോമേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ AI കേസിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അബ്സ്ട്രാക്ട് അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിംഗ് ഒക്കെ വേണ്ട കേസിൽ മെഷീനുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ആക്യുറസിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അത് ചിലപ്പോൾ ഒരു 60% ആക്യുറസിയെ കാണത്തുള്ളൂ ആ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ. അങ്ങനെയുള്ള കുറെ ഡ്രോബാക്കുകൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, കോസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. കാരണം ഈ ഡേറ്റാസ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്യണം, കുറെ റൂളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആ ഡേറ്റാസിനെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യണം, അതിൽ പ്രോസസ്സിങ് നടത്തണം. അപ്പോൾ ആ ഒരു ഡിലേ തന്നെ വരും. ഇപ്പൊ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ കേസിൽ ആദ്യമേ ഡെവലപ്പ് ചെയ്തിരുന്ന ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് കേസിൽ നമ്മുടെ ക്ലൗഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഡിലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് പിന്നെ അവരത് റെക്ടിഫൈ ചെയ്തു. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന അടുത്ത ഡ്രോബാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആക്യുറസി എന്ന് പറയുന്നത് വളരെ ലിമിറ്റേഷൻ ആണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ പല കേസിലും നമുക്ക് ഡേറ്റാസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മൾ കുറെ റൂളുകൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുകൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ രീതിയിൽ തന്നെ ഇന്ന ആക്ഷന് ഇന്ന റൂളിന് ഇന്ന ആക്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫീഡ് ചെയ്താൽ പോലും സിസ്റ്റം എല്ലായ്പ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യണം എന്നില്ല. ചില കേസിൽ സിസ്റ്റത്തിന് ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള കുറെ ലിമിറ്റേഷൻസും AI കേസിലുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദിസ് AI ആപ്ലിക്കേഷൻ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡിസ്കഷൻ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ് സൈറ്റിന്റെ URL. ഓക്കെ, താങ്ക് യു.